കഴിഞ്ഞ ദിവസം മുൻ ഇന്ത്യൻ ഇതിഹാസ നായകനായ സൗരവ് ഗാംഗുലിയെക്കുറിച്ച് രവിചന്ദ്ര അശ്വിൻ്റെ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു. ഹി വൺസ് സെഡ്, "വെൻ ഐ റൈറ്റ് മൈ ഓട്ടോബയോഗ്രഫി ഇറ്റ് വിൽ ക്രിയേറ്റ് ട്രെമോസ്." എൻ്റെ ആത്മകഥ എഴുതുകയാണെങ്കിൽ അത് ആളുകളിൽ പ്രകമ്പനം സൃഷ്ടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഫോർ നൗ ഹി ഈസ് ക്രിയേറ്റിംഗ് ട്രെമോസ് ഇൻ സൗത്ത് ആഫ്രിക്ക വിത്ത് ഹിസ് പ്രിറ്റോറിയ ക്യാപ് സൗത്ത് ആഫ്രിക്കൻ ടീം. ഇപ്പോൾ പ്രിറ്റോറിയ ക്യാപ് സൗത്ത് ആഫ്രിക്കൻ ടീമിനൊപ്പം അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിസ് ലീഡർഷിപ്പ് ഹാസ് ഓൾവേസ് ബീൻ ഇൻസ്പിറേഷണൽ ആൻഡ് ദിസ് വൺ ആസ് എ കോച്ച് ഈസ് നോ ഡിഫറെൻറ്റ്, ടേക്കിംഗ് ഇന്ത്യൻ കോച്ചിങ് ടു ദ വേൾഡ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം എല്ലായ്പ്പോഴും പ്രചോദനാത്മകമാണ്. ഒരു പരിശീലകൻ എന്ന നിലയിലും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിൽ ഇന്ത്യൻ കോച്ചിങ്ങിൽ അദ്ദേഹം വേറെ ലെവലിൽ എത്തിക്കുകയാണ് എന്നാണ് ആ സമയത്ത് സൗരവ് ഗാംഗുലിയെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് രവിചന്ദ്ര അശ്വിൻ അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. അതിനും ഒരു കാരണമുണ്ട്. ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച് BCCI തലപ്പത്തെത്തിയ സൗരവ് ഗാംഗുലിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. മെൻറ്ററായ സൗരവ് ഗാംഗുലിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ തൻ്റെ ജീവിതത്തിലെ ആദ്യ പരിശീലക വേഷം തന്നെ ഹിറ്റാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന സൗരവ് ഗാംഗുലിയാണ് ഇന്ന് ക്രിക്കറ്റ് ലോകം കണ്ടുവരുന്നത്. സൗരവ് ഗാംഗുലി തൻ്റെ പരിശീലക ജീവിതത്തിൽ ശ്രദ്ധേയമായ ഒരു തുടക്കം കുറിച്ചിരിക്കുകയാണ്. അദ്ദേഹം കോച്ചായ സൗത്ത് ആഫ്രിക്കൻ പ്രീമിയർ ടീമായ പ്രിറ്റോറിയ ക്യാപിറ്റൽസിനെ തൻ്റെ ആദ്യ സീസണിൽ തന്നെ സൗത്ത് ആഫ്രിക്ക 2020 ലീഗിൻ്റെ ഫൈനലിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സൗരവ് ചണ്ഡീദാസ് ഗാംഗുലി. കേശവ് മഹാരാജിൻ്റെ ക്യാപ്റ്റൻസിയിലുള്ള ബേബി AB ഡവാൽ ബ്രെവിസിൻ്റെ മായാജാലം, അദ്ദേഹം ബാറ്റ് കൊണ്ട് മായാജാലം തീർക്കുന്ന ഈ ടീം ഡർബനിലെ കിങ്സ് മീഡിൽ നടന്ന ക്വാളിഫയർ 1-ൽ സൺറൈസേഴ്സ് ഈസ്റ്റേൺ കേപ്പിനെതിരെ 7 വിക്കറ്റിൻ്റെ തകർപ്പൻ വിജയമാണ് നേടിയത്. സൗരവ് ഗാംഗുലി ഹെഡ് കോച്ചായ ആദ്യ സീസണിൽ തന്നെ അവർ അങ്ങനെ ഫൈനലിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി ദാദയുടെ ശിക്ഷണത്തിൽ കന്നി ട്രോഫിയാണ് പ്രിറ്റോറിയ ടീം സ്വപ്നം കാണുന്നത്. സൗരവ് ഗാംഗുലിയുടെ കോച്ചിങ്ങിനെ കുറിച്ച് ടീമിൻ്റെ അസിസ്റ്റന്റ് കോച്ചായ ഷോൺ പൊള്ളോക്കിൻ്റെ വാക്കുകളും രവിചന്ദ്ര അശ്വിൻ്റെ വാക്കുകൾ പോലെ തന്നെ വൈറലാണ്. പൊള്ളോക്ക് പറഞ്ഞത് ഇങ്ങനെയാണ്: "ഞങ്ങൾ ചിരിക്കുകയും കരയുകയും എല്ലാം ചെയ്യും, ഞങ്ങൾ വികാരങ്ങളും പങ്കുവെക്കാറുണ്ട്. ഒരു കൂട്ടം അത്ഭുതപ്പെടുത്തുന്ന ആളുകൾക്കൊപ്പം പ്രവർത്തിക്കാൻ സാധിക്കുന്നത് സന്തോഷകരമാണ്. ഞാനും സൗരവ് ഗാംഗുലിയും പ്രായം 50കളിൽ എത്തി നിൽക്കുന്നവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളെ സംബന്ധിച്ച് സഹായിക്കാൻ ശ്രമിക്കുക എന്നത് മാത്രമാണ് ചെയ്യാവുന്ന കാര്യം. വളരെ നല്ലൊരു കോച്ചിങ് യൂണിറ്റാണ് ഞങ്ങൾക്കുള്ളത്. കോച്ച് എന്ന നിലയിൽ താരങ്ങൾക്ക് ദാദ നൽകുന്ന സ്വാതന്ത്ര്യവും അവരിൽ അർപ്പിക്കുന്ന വിശ്വാസവും എല്ലാം ഈ വിജയങ്ങളിൽ പ്രധാനമാണ്" എന്നാണ് പൊള്ളോക്ക് പറഞ്ഞത്. അപ്പോൾ ഇനി കോച്ചിങ് കരിയറിലെ ഈ വിജയം സൗരവ് ഗാംഗുലിയെ ഇന്ത്യൻ കോച്ച് എന്ന പദവിയിലേക്ക് എത്തിക്കുമോ എന്നാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ചും ഗൗതം ഗംഭീറിന്റെ കോച്ചിങ് കാലം ഒരു ലോ ഫേസിലൂടെ കടന്നു പോകുമ്പോൾ. സൗരവ് ഗാംഗുലിക്കാണെങ്കിൽ ഇന്ത്യൻ കോച്ചാവാൻ ആഗ്രഹമുണ്ട് എന്ന് പലവട്ടം അദ്ദേഹം പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. നേരത്തെ ഇന്ത്യയുടെ പരിശീലക സ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് സൗത്ത് ആഫ്രിക്ക 2020യുടെ ആ ഒരു ടീമിന്റെ ചുമതല ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുമ്പ് ഇന്ത്യയെ പരിശീലിപ്പിക്കാനുള്ള തന്റെ ആഗ്രഹത്തെക്കുറിച്ച് സൗരവ് ഗാംഗുലി പറഞ്ഞിരുന്നു. PTAയോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: "വ്യത്യസ്ത വേഷങ്ങളിൽ എത്തിയതിനാൽ ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. എനിക്കിപ്പോൾ 53 വയസ്സായി. അതിനാൽ എന്ത് സംഭവിക്കുന്നു നോക്കാം, ഞാൻ അതിന് തയ്യാറാണ്" എന്നാണ് സൗരവ് ഗാംഗുലി പറഞ്ഞത്. IPLൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ പരിശീലക സംഘത്തിന്റെ ഭാഗമായിരുന്ന ഗാംഗുലി സൗത്ത് ആഫ്രിക്ക 2020യിൽ ഇത്തവണ പ്രിറ്റോറിയ ക്യാപിറ്റൽസിനെ ചാമ്പ്യന്മാരാക്കിയാൽ അത് സൗരവ് ഗാംഗുലിക്ക് അതൊരു വലിയ കരുത്താകുമെന്ന് ഉറപ്പാണ്. അതോടെ ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തേക്ക് പിടിമുറുക്കാൻ ഗാംഗുലിക്ക് സാധിക്കുകയും ചെയ്യും. നിലവിലെ BCCIയുടെ നീക്കം അനുസരിച്ച് ഇന്ത്യക്ക് പുതിയ പരിശീലകൻ എത്തിയാൽ അതൊരു ഇന്ത്യക്കാരൻ തന്നെ ആവാനാണ് സാധ്യത. ഈ സാഹചര്യത്തിൽ ഏറ്റവും യോഗ്യൻ സൗരവ് ഗാംഗുലി തന്നെയാണെന്ന് പറയാം. കാരണം സൗരവ് ഗാംഗുലി ഇന്ത്യൻ ടീമിന് ആരായിരുന്നു എന്ന് നമുക്കറിയാം. അയാൾ ശരിക്കും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു വിപ്ലവകാരിയായിരുന്നു, വികാരമായിരുന്നു. സൗരവ് ഗാംഗുലി കൊൽക്കത്തയുടെ രാജകുമാരനായ സൗരവ് ഗാംഗുലി ഇന്ത്യൻ ക്രിക്കറ്റിനെ തന്നെ അടിമുടി ഉടച്ചു വാർത്ത ക്യാപ്റ്റനായിരുന്നു അയാൾ. ലോർഡ്സിലെ ബാൽക്കണിയിൽ ആഭിജാതരായ കാണികളുടെ മുന്നിൽ ഷർട്ട് ഊരി കറക്കി വീശിയ മനുഷ്യനായിരുന്നു അയാൾ. ടോസ് ചെയ്യാൻ വൈകിയെത്തി സ്റ്റീവ് വോയെയും സംഘത്തെയും ചൊടിപ്പിച്ച ഇന്ത്യൻ നായകനായിരുന്നു അയാൾ ഒരു ഘട്ടത്തിൽ. അതിനുമപ്പുറം ലോകം കണ്ട കിടയറ്റ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ കൂടിയായിരുന്നു ദാദ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായി പരക്കെ കണക്കാക്കപ്പെടുന്ന സൗരവ് ഗാംഗുലി 113 ടെസ്റ്റുകളും 311 ഏകദിനങ്ങളും കളിച്ചിട്ടുണ്ട്. 18,000-ലധികം അന്താരാഷ്ട്ര റൺസുകൾ നേടിയിട്ടുണ്ട്. 2003 ലോകകപ്പ് ഫൈനലിലേക്കും 2002 ലോർഡ്സിൽ നടന്ന ഐക്കോണിക് നാറ്റ്വസ് ട്രോഫി വിജയത്തിലേക്കും ഇന്ത്യയെ നയിച്ച നായകനായിരുന്നു അയാൾ. പിന്നീട് 2019 മുതൽ 2022 വരെ BCCIയുടെ പ്രസിഡന്റായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. 2000കളിലെ കുപ്രസിദ്ധമായ ഒത്തുകളി വിവാദത്തിന്റെ നേളിലായ ഇന്ത്യൻ ടീമിനെ അതിൽ നിന്നും കൈപിടിച്ചുയർത്തിയത് സൗരവ് ഗാംഗുലിയായിരുന്നു. പിന്നൊരു പ്രമുഖ വാതുവയ്പ്പുകാരൻ ദേശീയ മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞത് ഇവിടെ ഓർമ്മിക്കാമെന്ന് തോന്നുന്നു. ഒത്തുകളിക്ക് ദാദയെ സമീപിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തോട് ഈ കാര്യം സംസാരിക്കാൻ പോലുമുള്ള ധൈര്യം ആർക്കും ഇല്ലായിരുന്നു എന്നാണ് ഒരു അഭിമുഖത്തിൽ, ഒരു ഒത്തുകളിക്കാരൻ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ആ ചങ്കൂറ്റത്തിന്റെ പേരായിരുന്നു സൗരവ് ചണ്ഡീദാസ് ഗാംഗുലി എന്ന ദാദ. ഒരുപിടി മികച്ച താരങ്ങളെ ഇന്ത്യൻ ക്രിക്കറ്റിന് സമ്മാനിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. 2003 ലോകകപ്പിൽ ഇന്ത്യ ഫൈനൽ വരെ എത്തിച്ച അദ്ദേഹം നിരവധി കിരീട വിജയങ്ങളിലേക്കും ടീമിനെ നയിച്ചിട്ടുണ്ട്. ആ
അഗ്രഷൻ എന്നാൽ എന്താണെന്ന് ഇന്ത്യൻ ക്രിക്കറ്റിനെ പഠിപ്പിച്ച നായകനായിരുന്നു അയാൾ. അടിച്ചാൽ തിരിച്ചടിക്കാൻ കളിക്കാരെ പഠിപ്പിച്ച ക്യാപ്റ്റനായിരുന്നു അയാൾ. 2011 ലോകകപ്പ് ഇന്ത്യ നേടുമ്പോൾ ആ ടീമിലെ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി ഉൾപ്പെടെ 11 പേരിൽ 7 പേരെയും കണ്ടെത്തി ടീമിൽ എത്തിച്ച ദീർഘവീക്ഷണമുള്ള നായകൻ കൂടിയായിരുന്നു സൗരവ് ഗാംഗുലി. ഗാംഗുലിയുടെ ദീർഘവീക്ഷണത്തെക്കുറിച്ചും കളിക്കാരെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നതിലെ മിടുക്കിനെ കുറിച്ചുമെല്ലാം മുമ്പൊരിക്കൽ ഹർഭജനോടുള്ള പത്രക്കാരുടെ ഒരു ചോദ്യവും അതിനുള്ള ബാജിയുടെ മറുപടിയും മാത്രം നമ്മൾ നോക്കിയാൽ മതിയാകും. ദാദയുടെ മഹത്വം ആ സമയത്ത് കൃത്യമായും ഹർഭജൻ സിംഗിന്റെ വാക്കുകളിലുണ്ടായിരുന്നു. പത്രക്കാർ ഹർഭജനോട് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: ധോണിയോ അതോ ദാദയോ, ആരാണ് മികച്ച നായകൻ? ഹർഭജൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഉത്തരം വളരെ സിമ്പിളാണ്, സൗരവ് ഗാംഗുലി എന്നതാണ് എൻ്റെ ഉത്തരം. എന്നെ അദ്ദേഹം നോക്കിക്കൊണ്ടുപോയതും സംരക്ഷിച്ചതും ഞാൻ എൻ്റെ കരിയറിൽ ആരുമല്ലാത്ത സമയത്തായിരുന്നു. എന്നാൽ മഹേന്ദ്ര സിംഗ് ധോണി ക്യാപ്റ്റൻ ആകുമ്പോൾ ഞാൻ ആരെങ്കിലുമൊക്കെ ആയിത്തീർന്നിരുന്നു. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. ദാദക്ക് അറിയാമായിരുന്നു എനിക്ക് കഴിവുകൾ ഉണ്ടായിരുന്നു എന്ന്. എന്നാൽ ഞാനത് പുറത്തെടുക്കാൻ പ്രാപ്തനാണോ എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. എന്നാൽ മഹേന്ദ്ര സിംഗ് ധോണിക്ക് മുമ്പ് തന്നെ ഞാൻ ഇന്ത്യക്ക് വേണ്ടി മാച്ചുകൾ വിജയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധോണിക്ക് ഞാൻ മാച്ചുകൾ ജയിപ്പിക്കാൻ കഴിവുള്ളവനാണെന്ന് അറിയാമായിരുന്നു. ലൈഫിലായാലും പ്രൊഫഷണലായാലും നമ്മളെ നേർവഴിക്ക് നയിച്ചു കൊണ്ടുപോകാൻ ഒരാൾ എപ്പോഴും വേണം. എൻ്റെ കരിയറിൽ അത് സൗരവാണ്. എനിക്ക് വേണ്ടി അദ്ദേഹം ഫൈറ്റ് ചെയ്തിരുന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ ഞാനിവിടെ ഉണ്ടാകുമായിരുന്നില്ല. എന്നെ ഞാനാക്കിയത് സൗരവാണ്. അത്രയും കടപ്പാടാണ് എനിക്ക് അയാളോട് എന്നാണ് ഹർഭജൻ അന്ന് പത്രക്കാരോട് പറഞ്ഞത്. 2011 ലോകകപ്പ് വിജയിച്ച ടീമിലുള്ള പാതി പേരും ഇതേപോലെ ദാദ വളർത്തിക്കൊണ്ടുവന്നവരാണ്. ഇതേപോലെ പറയാൻ അവർക്കും കാരണങ്ങൾ ഒരുപാടുണ്ടായേക്കാം. ഇന്ത്യൻ ക്രിക്കറ്റിലെ വിപ്ലവ നായകനെ കുറിച്ച് പല കാലങ്ങളിലായി ക്രിക്കറ്റ് ലോകത്തെ പ്രമുഖർ പങ്കുവച്ച കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ഏതൊക്കെയെന്ന് നോക്കുമ്പോൾ മനസ്സിലാകും ഗാംഗുലിയുടെ മഹത്വം. ഓഫ് സൈഡിൽ ഗാംഗുലി കഴിഞ്ഞേ ദൈവത്തിന് പോലും സ്ഥാനമുള്ളൂ എന്നാണ് രാഹുൽ ദ്രാവിഡ് പറഞ്ഞത്. ദാദയെ പോലെയുള്ള ഒരു ക്യാപ്റ്റന് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ് എന്നാണ് യുവരാജ് സിംഗ് മുമ്പൊരിക്കൽ പറഞ്ഞത്. സ്വന്തം ഓപ്പണർ സ്ഥാനം എനിക്ക് വേണ്ടി ഒഴിഞ്ഞു തന്ന ആളാണ് ദാദ. എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുകയും എന്നിൽ ആത്മവിശ്വാസം നിറക്കുകയും ചെയ്ത മനുഷ്യൻ. എന്നിലെ ടെസ്റ്റ് കളിക്കാരനെ കണ്ടെത്തിയതും ദാദയാണ് എന്നാണ് വീരേന്ദ്ര സെവാഗ് പറഞ്ഞത്. വിദേശത്ത് എങ്ങനെ ജയിക്കാമെന്ന് പഠിപ്പിച്ചു തന്നത് ദാദയാണ് എന്ന് മുമ്പൊരിക്കൽ ഹർഭജൻ സിംഗ് പറഞ്ഞപ്പോൾ ഗാംഗുലിയെ ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ആകാം, പക്ഷേ അദ്ദേഹത്തെ ബഹുമാനിക്കാതിരിക്കാനാവില്ല. ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ കാഴ്ചപ്പാട് മാറ്റിയ ആളാണ് അദ്ദേഹം. ഇപ്പോൾ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള വ്യത്യാസം, വലിയ വ്യത്യാസമൊന്നും ഇപ്പോൾ ഇല്ലെങ്കിൽ അതിന് കാരണം സൗരവ് ഗാംഗുലി എന്ന നായകനാണ് എന്നാണ് സ്റ്റീവ് വോ ആ സമയത്ത് മുമ്പൊരിക്കൽ പറഞ്ഞത്. സംഘക്കര മുമ്പൊരിക്കൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: കളിക്കളത്തിൽ ആരോടും പോരിനിറങ്ങുന്ന കാര്യം എടുക്കുമ്പോൾ ആ കാര്യത്തിൽ ഒരു ഗെയിംസ്മാൻ സ്പിരിറ്റിന്റെ മാസ്റ്റർ ആയിരുന്നു സൗരവ്. ഒരു അറ്റാക്കിംഗ് കളിക്കാരനാണ് അദ്ദേഹം. ടൈം, ക്ലിക്ക്, ഹാൻഡ് എന്നിവയുടെ കാര്യത്തിൽ അദ്ദേഹം അനുഗ്രഹിക്കപ്പെട്ട താരമാണ്. ഏറ്റവും നന്നായി കവർ ഡ്രൈവ് ചെയ്യുന്ന താരമാണ് സൗരവ് എന്നാണ് സംഘക്കാര പറഞ്ഞത്. PVയിൽ കാണുമ്പോൾ അദ്ദേഹം വളരെ വ്യത്യസ്തനാണ്. നേരിട്ട് കാണുമ്പോൾ അദ്ദേഹം ഒരു വേറെ മനുഷ്യനാണ് എന്നാണ് മഹേന്ദ്ര സിംഗ് ധോണി അദ്ദേഹത്തിന് നൽകിയ സർട്ടിഫിക്കറ്റ്. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നായകനായി കപിൽ ദേവ് തിരഞ്ഞെടുക്കുന്നതും ഇതേ സൗരവ് ഗാംഗുലി തന്നെയാണ്. അപ്പോൾ യുവതാരങ്ങളെ കണ്ടെത്താനും വളർത്താനും അസാധ്യ മികവുള്ള നായകനായിരുന്നു സൗരവ് ഗാംഗുലി. ഇനി പരിശീലക സ്ഥാനത്തേക്ക് ഗാംഗുലി എത്തിയാലും ഇതേ രീതി തന്നെ പിന്തുടർന്നേക്കുമെന്ന് ഉറപ്പാണ്. ഏതായാലും ഗാംഗുലി ഇന്ത്യയുടെ പരിശീലകനായാൽ വലിയ വിപ്ലവം ഇന്ത്യൻ ടീമിൽ ഉള്ളിൽ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.